മനുഷ്യൻ്റെ മനസ്സിൽ ധർമ്മം ഇല്ലാതായപ്പോൾ പ്രകൃതിയുടെയും മനസ്സ് മാറി. പ്രകൃതിയോട് തന്നെ മനുഷ്യൻ അധർമ്മം കാട്ടി തുടങ്ങിയപ്പോൾ പ്രകൃതി കൂടുതൽ പ്രക്ഷുബ്ധമായി. പ്രകൃതിയോട് തന്നെ മനുഷ്യൻ ക്രൂരത കാട്ടി തുടങ്ങിയപ്പോൾ പ്രകൃതി കൂടുതൽ പ്രക്ഷുബ്ധമായി. ദുരന്തവും യുദ്ധകോലാഹലങ്ങളുമൊക്കെ നിയതി തിരിച്ചടിയായി തന്നു. മഴയും വെയിലും ഫലങ്ങളും ഒന്നും വേണ്ട സമയത്ത് ലഭിക്കാതെയായി. പക്ഷിമൃഗാദികളോട്, വൃക്ഷലതാദികളോട്, കുട്ടികളോട്, അശക്തരോട്, മനോരോഗികളോട്, നദീ തടാകാദികളോട്, ഭൂമിയോട് ഒക്കെ മനുഷ്യൻ ക്രൂരത കാണിച്ചാൽ, മഴയെയും വെയിലിനെയും മഞ്ഞിനെയും ഒക്കെ ശപിച്ചാൽ, ഈശ്വരവിശ്വാസം ഇല്ലാതായാൽ ഒക്കെ പ്രകൃതി തിരിച്ചടിക്കും. പരോപകാരം ചെയ്തില്ലെങ്കിൽ പ്രകൃതി തിരിച്ചടിക്കും. പണ്ടൊക്കെ മാവും പ്ലാവും ആഞ്ഞിലിയും നെല്ലിയുമൊക്കെ അതാതിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഫലം തരുമായിരുന്നു. പണ്ടൊക്കെ പക്ഷികളെ, അതും വിദേശ പക്ഷികളെ ഒക്കെ ഓരോ വീടുകളിലും കാണാമായിരുന്നു. കാരണം കുഞ്ഞുങ്ങളുടെ കളികളും ബഹളങ്ങളും ഒക്കെ നിറഞ്ഞ മുറ്റങ്ങളായിരുന്നു അതൊക്കെ. ഇന്ന് ഭവനങ്ങളിൽ കുഞ്ഞുങ്ങളില്ല. എല്ലാ കുഞ്ഞുങ്ങളും ട്യൂഷൻ സെൻ്ററുകളിലാണ്. കൊച്ചുവെളുപ്പം കാലത്ത് തുടങ്ങുന്ന ട്യൂഷൻ പാതിരാത്രിയായാലും തീരുന്നില്ല. പല പല ട്യൂഷൻ സെൻ്ററുകളിലേക്ക് അവർ ഓടുകയാണ്. വീട്ടുകാർ അവരെ ഓടിക്കുകയാണ്. ആത്മീയ പഠനത്തിനോ വീട്ടിൽ സന്ധ്യാനാമം ചൊല്ലുവാനോ ആരാധനാലയങ്ങളിൽ പോകുവാനോ ഒന്നും കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല. സന്ധ്യാസമയത്ത് പോലും കുട്ടികളെ കരാട്ടെ പഠിപ്പിക്കാൻ വിടുകയാണ് ഇന്നത്തെ രക്ഷകർത്താക്കൾ. അതും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ. ചൊവ്വേനേരെ മലയാളം പോലും സംസാരിക്കാനും എഴുതാനും കഴിയാത്ത രക്ഷകർത്താക്കൾ പോലും തങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അയക്കാനാണ് ധൃതി കൂട്ടുന്നത്. കോഴി കൂവുന്നതിന് മുമ്പ് തുടങ്ങുന്ന ട്യൂഷൻ പാതിരാക്കള്ളന്മാർ ഇറങ്ങുന്ന സമയം വരെ അവരോടുകയാണ് ട്യൂഷൻ സെൻ്ററുകളിൽ. വീടുകളിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ, കുട്ടികളുടെ ബഹളങ്ങൾ ഇല്ലാത്തതിനാൽ ദേശാടനക്കിളി പോയിട്ട് ഒരു കാക്ക പോലും വരാതായി. മാവും പ്ലാവും ആഞ്ഞിലിയും ഒന്നും പൂക്കാതെയായി. മഴയും വെയിലും ഒന്നും വേണ്ട സമയത്ത് ലഭിക്കാതെയായി. പണ്ടൊക്കെ കുട്ടികളോട് ചോദിക്കുമായിരുന്നു, നിനക്ക് ആരാകണമെന്ന്. അന്ന് അവർ പറയുന്ന ആ കാര്യത്തിലേക്ക് അവർ പഠിച്ച് ആ ജോലി നേടുമായിരുന്നു. എന്നാൽ ഇന്ന് രക്ഷാകർത്താക്കൾ അങ്ങോട്ട് പറയുകയാണ്, നീ ആരാകണമെന്ന്. അതുകൊണ്ട് എടുക്കാൻ വയ്യാത്ത ഭാരം ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. പണ്ടത്തെ വിദ്യാഭ്യാസവുമല്ല ഇന്നത്തെ വിദ്യാഭ്യാസം. ഏതെല്ലാം വിഷയങ്ങൾ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കണം. പണ്ടൊക്കെ അംഗൻവാടി വിടുന്നത് 4 വയസ്സിലായിരുന്നു, സ്കൂളിൽ ചേർക്കുന്നത് 6 വയസ്സിലും. എന്നാൽ ഇന്ന് 2.5 വയസ്സാകുമ്പോൾ തന്നെ അംഗൻവാടിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. കുട്ടികൾക്ക് ഊണില്ല, ഉറക്കമില്ല, കളിയില്ല, ചിരിയില്ല, പഠിത്തം മാത്രം. ഇത്രയും ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കാക്കി എന്ന് പറയാൻ പോലും അറിഞ്ഞുകൂടാത്ത രക്ഷകർത്താക്കളുടെ വകയാണ് പിന്നെ അടുത്ത ട്യൂഷൻ. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും അവർ കേൾക്കുന്ന ശാരീരിക മാനസിക പ്രഹരങ്ങൾ എത്ര വലുതാണ്. ഇത്രയൊക്കെ കഠിനമായി ട്യൂഷൻ പഠിപ്പിച്ചും വീക്ഷിച്ചിട്ടും ഇത്രയുമൊക്കെ നിരീക്ഷണത്തോടു കൂടി അവരെ പഠിപ്പിച്ചിട്ടും എന്തേ ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു. ഇന്ന് ആൺപിള്ളേരെക്കാളും ഏറ്റവും വഴിവിട്ട ജീവിതം നയിക്കുന്നത് പെൺകുട്ടികളാണ്. ഇന്ന് 8ാം ക്ലാസ് ആകുമ്പോൾ പെൺകുട്ടി പ്രസവിക്കുന്നു. 8ാം ക്ലാസ്സുകാരൻ അച്ഛൻ. ഒടുവിൽ ഇവർക്ക് വിവാഹപ്രായമാകുമ്പോൾ ഇവർക്കുണ്ടാകുന്ന കുഞ്ഞും ഇവരുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നു. കുട്ടികളുടെ മനസ്സ് കാണാതെ അവർക്ക് മേൽ ഭാരം കയറ്റി വെക്കുന്നതുകൊണ്ട്
എന്തുണ്ടാക്കി നിങ്ങൾ? ഈ ഭാരം കയറ്റി വെക്കുന്നത് കൊണ്ടാണ് കുട്ടികൾ ഇന്ന് വഴിതെറ്റി പോകുന്നത്. പണ്ടൊക്കെ ട്യൂഷൻ സെൻ്ററുകളില്ലായിരുന്നു. അധ്യാപകർ പഠിപ്പിക്കുന്നത് അന്നന്ന് പഠിപ്പിക്കുന്നത് വീട്ടിൽ വന്ന് പഠിക്കുകയും ചെയ്യും, സന്ധ്യാനാമവും ചൊല്ലുമായിരുന്നു, കളിക്കുകയും ചെയ്യാമായിരുന്നു, വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാമായിരുന്നു. ആ കുട്ടികളൊക്കെ അന്ന് ജയിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ കുട്ടികളൊക്കെ ക്ഷേത്ര ദർശനവും നടത്തിയിരുന്നു. ബാലാവകാശ കമ്മീഷൻ നടത്തിയ സർവേയിൽ 98.9% കുട്ടികളും ശാരീരിക മാനസിക പീഡനം ഏൽക്കുന്നതായിട്ടാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് വരും കാലത്ത് ഈ കുട്ടികളെ കൊണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും ഗുണമുണ്ടാവുന്നതല്ല, മറിച്ച് ദോഷമുണ്ടാവുന്നതാണ്. ഇന്നത്തെ ഈ രീതി കൊണ്ട് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ഗുണമുണ്ടാകാതെ ക്രൂരകൃത്യങ്ങൾ ചെയ്ത് ജയിൽ പുള്ളികളായും ഒക്കെ കഴിയും. ഇന്ന് കുട്ടികൾ ശരിയായി ഉറങ്ങുന്നില്ല, അവർക്ക് അതിന് സമയം കിട്ടുന്നില്ല. ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും വലുതാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ 60% പേരും മൊബൈലിന് അഡിക്റ്റാണ്. പ്രേമിച്ചോ അല്ലാതെയോ വിവാഹം നടത്തി 10 മാസമാകുമ്പോഴേക്കും അവർക്കൊരു കുഞ്ഞ് പിറക്കുമ്പോൾ എങ്ങനെയെങ്കിലും 2.5 വയസ്സ് വരെ അതിനെ അങ്ങ് കഴിഞ്ഞു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2.5 വയസ്സാകുമ്പോൾ അംഗൻവാടിയിലോ ട്യൂഷൻ സെൻ്ററുകളിലൊക്കെ കൊണ്ടാക്കിയാണ് ആ ശല്യം അങ്ങ് തീർക്കുകയാണ്. അതുവരെ തേനെ പാല് എന്ന് പറഞ്ഞിരുന്നവർ പിന്നെ ആ കുട്ടി ശല്യമാണ്. എന്തുകൊണ്ട് ഇത്രയും കഠിനമായി പഠിപ്പിച്ചിട്ടും ഈ കുട്ടികളൊക്കെ വഴിവിട്ട് ജീവിക്കുന്നു? ഇന്നത്തെ രക്ഷാകർത്താക്കൾ ഈ കുട്ടികളുടെ തനിനിറം അറിയണമെങ്കിൽ അവരോടൊപ്പം പിന്തുടർന്ന് സിനിമാ തിയേറ്ററുകളിലും ബസ് സ്റ്റാൻഡുകളിലും ബസ്സിലും ട്രെയിനിലും പാർക്കിലും ബീച്ചിലുമൊക്കെ കായൽ തീരത്തുമൊക്കെ ഒന്ന് ചെല്ലണം. ഒരു സ്ത്രീക്ക് 4 പുരുഷനും അല്ലെങ്കിൽ ഒരു പുരുഷന് 4 സ്ത്രീകളും, ഇങ്ങനെ എത്ര പ്രേമങ്ങൾ നമുക്ക് കാണാം. പുത്തൻ ഫാഷൻ്റെ പുറകെ നടക്കുന്നത് ഇന്ന് ആൺകുട്ടികളെക്കാളും പെൺകുട്ടികളാണ്. ഭക്ഷണം പോലും ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വിഷം കലർത്തിയ ഭക്ഷണങ്ങൾ കഴിച്ച് ഒന്നിനും കൊള്ളാതാവുന്നു. ആക്കാക്കിക്കൊണ്ട് ചില സിനിമാ നിർമ്മാതാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. സിനിമയിൽ തെറി കൊണ്ട് അഭിഷേകമുള്ള ഡയലോഗുകളും പാട്ടുകളും, അതുപോലെ MDMഉം കഞ്ചാവും മദ്യവും മയക്കുമരുന്നും ഒക്കെ ഇന്ന് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ചെയ്യുന്നു. വീട്ടിൽ നിന്നും ATM കാർഡ് മോഷ്ടിച്ചോ അല്ലെങ്കിൽ സ്വന്തമായി വീട്ടുകാർ ഉണ്ടാക്കി കൊടുത്ത ATM കാർഡോ പണം മോഷ്ടിച്ചോ ഒക്കെ വലിയൊരു തുക അല്ലെങ്കിൽ വീട്ടുകാർ സ്വയം കൊടുത്തോ ആ തുകയുമായിട്ടാണ് രാവിലെ ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് എതിരെയുള്ള പ്രശ്നങ്ങൾ നടക്കുമ്പോൾ വനിതാ സെല്ലുണ്ട്. അതുപോലെ മനുഷ്യത്വപരമായി അല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് ഇടപെടാൻ. എന്നതുപോലെ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയ്ക്ക് ബാല അവകാശ കമ്മീഷനുണ്ട്. ഈ ബാലാവകാശ കമ്മീഷന് പക്ഷേ കുട്ടികൾക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കമ്മീഷൻ നേരിട്ട് സ്വയം കേസെടുത്ത് ആണ് ചാർജ് ചെയ്യുന്നത്. കുട്ടികൾ നേരിടുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ പഠിക്കാൻ ഓരോ ഭവനങ്ങളിലും വിദ്യാലയങ്ങളിലും കുട്ടികൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഇവർ നിങ്ങളെ പിന്തുടരുന്നു എന്ന് നിങ്ങൾ അറിയുക. രക്ഷകർത്താക്കളായാലും സമൂഹത്തിലുള്ളവരായാലും ആരായാലും കുഞ്ഞുങ്ങളോട് അതിക്രൂരത കാണിക്കുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ പിന്നിൽ ബാലാവകാശ കമ്മീഷൻ നോട്ടമിട്ടിട്ടുണ്ട്.